ഞാൻ നാളെ മുതൽ ഫുഡ് കൺട്രോൾ ചെയ്യും, അല്ലെ നാളെ മുതൽ ഹെൽത്തി അല്ലാത്ത ഫുഡ് കഴിക്കില്ല. ശരീരം കുറച്ചൊന്ന് വണ്ണമാവുമ്പോൾ ഇങ്ങനെ ചിന്തിക്കാത്ത അല്ലെങ്കിൽ പ്രഖ്യാപിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. ഇതിലും കുറച്ചുകൂടി കൂടിയ ആളുകൾ നാളെ മുതൽ എക്സസൈസ് ചെയ്യുമെന്ന് അങ്ങോട്ട് പ്രഖ്യാപിക്കും. എന്നാൽ ഇതൊക്കെ വളരെ കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ് എന്നതാണ് സത്യം. 2 ദിവസത്തിന് ശേഷം പിന്നെയും ശങ്കരൻ തെങ്ങുമ്പോൾ തന്നെ എന്ന പതിവ് രീതിയാവും. നല്ല മസാല ചേർത്തുള്ള നോൺ വെജ് ഐറ്റങ്ങൾ മുൻപിലിരിക്കുമ്പോൾ കൂടുതൽ പേരും അതിൽ ആകൃഷ്ടരാവുകയാണ് പതിവ്. അതിനു മുൻപിൽ മസിൽ പിടിച്ചിരിക്കാനൊന്നും കൂടുതൽ ആളുകൾക്കും കഴിയാറില്ല. ആരോഗ്യമൊക്കെ പിന്നത്തെ കാര്യമല്ലേ എന്നാവും ചിലരുടെ ചിന്ത. അവസാനം ഹോസ്പിറ്റലുകളിൽ ഇടയ്ക്കിടെ കയറി ഇറങ്ങുമ്പോഴായിരിക്കും വീണ്ടും വിചാരം വരുന്നത്. മിക്കപ്പോഴും അപ്പോഴേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയിട്ടുണ്ടാവുമെന്ന് തീർച്ച. എന്നാൽ ഇനി അങ്ങനെ വേണ്ടി വരില്ല. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ചലഞ്ച് തുടങ്ങിയിട്ടുണ്ട്. ചലഞ്ച് ഏറ്റെടുക്കുന്നതാവട്ടെ നമ്മുടെ എല്ലാം സൂപ്പർ താരം മോഹൻലാലും. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തെ വിവിധ മേഖലകളിലെ പ്രഗത്ഭരായ വ്യക്തികളെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി ക്ഷണിച്ചത്. ഇതിന് പിന്നാലെ മോദിയുടെ ക്ഷണം മോഹൻലാൽ സ്വീകരിക്കുകയായിരുന്നു. തന്നെ ഇതിൽ പങ്കാളിയാക്കിയതിന് മോഹൻലാൽ പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു. എക്സ്പോസിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അമിതവണ്ണത്തിനെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നതിനും തന്നെ നാമനിർദ്ദേശം ചെയ്തതിനും മോഹൻലാൽ നന്ദി പറഞ്ഞു. അധിക ഭക്ഷ്യ എണ്ണ ഉപയോഗം കുറയ്ക്കുന്നത് ശരിയായ ദിശയിലെ അർത്ഥവത്തായ ചുവടുവെപ്പാണ്. ഒരുമിച്ച് കൂടുതൽ ആരോഗ്യമുള്ള ഇന്ത്യയെ കെട്ടിപ്പടുക്കാമെന്നും ലാൽ കുറിച്ചു. അതിന്റെ ക്യാമ്പയിനിൽ പങ്കാളിയാവാൻ സിനിമാ മേഖലയിൽ നിന്ന് മറ്റ് 10 പേരെ കൂടി മോഹൻലാൽ ക്ഷണിച്ചിട്ടുണ്ട്. സൂപ്പർ താരങ്ങളായ രജനീകാന്ത്, മമ്മൂട്ടി, ചിരഞ്ജീവി എന്നിവരെയും ഉണ്ണി മുകുന്ദൻ, ദുൽഖർ സൽമാൻ, ടൊവിനോ തോമസ്, മഞ്ജു വാര്യർ, കല്യാണി പ്രിയദർശൻ എന്നിവരെയും മോഹൻലാൽ ക്ഷണിച്ചു. കൂടാതെ സംവിധായകരായ പ്രിയദർശൻ, മേജർ രവി എന്നിവരെയും മോഹൻലാൽ ക്യാമ്പയിന്റെ ഭാഗമാവാൻ ക്ഷണിച്ചു. നിയന്ത്രണത്തോടെയും ആത്മസംയമനത്തോടെയും ജീവിച്ചാൽ ശരീരത്തെ ദുർമേധസ്സിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താമെന്ന് അനുഭവിച്ചറിഞ്ഞയാളാണ് താനെന്ന് മോഹൻലാൽ പറഞ്ഞു. അത്തരമൊരു ശരീരത്തിൽ നിന്ന് ജീവിതത്തിന്റെ സംഗീതം ഉണ്ടാകും. അതിന് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതാകട്ടെ ഈ ഉദ്യമമെന്നും ലാൽ തന്റെ പോസ്റ്റിൽ എഴുതി. അതേസമയം കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി മോഹൻലാൽ അടക്കം 10 പ്രമുഖരെ അമിതവണ്ണത്തിന് എതിരായ ക്യാമ്പയിനിലേക്ക് നിർദ്ദേശിച്ചത്. കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ഗായിക ശ്രേയ ഘോഷാൽ, വ്യവസായി ആനന്ദ് മഹീന്ദ്ര, നടൻ മാധവൻ, ഇൻഫോസിസ് സഹസ്ഥാപകൻ നന്ദൻ നിലേക്കനി, രാജ്യസഭാംഗം സുധാ മൂർത്തി, ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളായ മനു ഭാക്കർ, മീരാബായ് ചാനു, ഭോജ്പുരി ഗായകനും നടനുമായ നിരാഹുവ, ഹിന്ദുസ്ഥാനി എന്നിവരെ മോദി ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ അമിതവണ്ണം ഉള്ളവരുടെ എണ്ണം ഇരട്ടിയായെന്നും കുട്ടികളിൽ പോലും അമിതവണ്ണം 4 മടങ്ങായി വർദ്ധിച്ചത് ആശങ്കാജനകമാണെന്നും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസത്തെ മൻ കി ബാത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 8ൽ ഒരാൾ അമിതവണ്ണം കാരണമുള്ള ആരോഗ്യ പ്രശ്നം നേരിടുകയാണെന്നും കൗമാരക്കാരിൽ അമിതവണ്ണം ഉള്ളവരുടെ എണ്ണം ഇരട്ടിയായെന്നും മോദി പറഞ്ഞു.